കോഴിക്കോട് പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്ന സംഭവം പരാതിക്കാരൻ തയ്യാറാക്കിയ നാടകമാണെന്ന് പോലീസ് അന്വേഷണ സംഘം. പരാതിക്കാരനായ ആനക്കുഴിക്കര സ്വദേശി PM റഹീസാണ് മുഖ്യ ആസൂത്രകൻ. ഇതോടെ കേസിൽ 3 പേർ അറസ്റ്റിലായി. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു കാറിന്റെ ഡിക്കിയിൽ ചാക്കിൽ സൂക്ഷിച്ച 40 ലക്ഷം രൂപ രണ്ടംഗ സംഘം കവർന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ പണം നഷ്ടപ്പെട്ട റഹീസ് സംഭവം കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷമാണ് പോലീസിൽ പരാതിപ്പെട്ടത്. ഇത് സംശയങ്ങൾക്കിടയാക്കി. എല്ലാം റഹീസ് ആസൂത്രണം ചെയ്ത നാടകമാണെന്ന് പോലീസ് പറഞ്ഞു. ഫാദറിൻ്റെ 2 മാസം മുമ്പേ പലപ്പോഴേ കൊടുത്ത് ഏൽപ്പിച്ച തുക പെട്ടെന്ന് ആവശ്യം വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ബിസിനസ്സിൽ ഉള്ളൊരു തുകയാണ്. ഇവരിതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു വിശ്വാസത്തിന് മുകളിൽ ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഇവൻ അവിടെ നിന്ന് പൈസ റോൾ ചെയ്ത് പോയതുകൊണ്ട് പെട്ടെന്ന് പൈസ വെക്കാനില്ലാത്തത് കൊണ്ടൊരു നാടകം കളിച്ചു എന്നാണ് പറയുന്നത്. അതും നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കേണ്ടതുണ്ട്. നമ്മുടെ വീട് പരിശോധിച്ചാലും മറ്റു കാര്യങ്ങളിലൊന്നും മറ്റു പണമൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അത്യാവശ്യം ബാധ്യതയുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. റഹീസിന്റെ ഭാര്യാപിതാവ് മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുവാൻ റഹീസിന് കൈമാറിയ തുകയാണ് തട്ടിയെടുത്തത്. ഒടുവിൽ മടക്കി കൊടുക്കുവാൻ സാധിക്കാതെ വന്നതോടെയാണ് റഹീസ് സുഹൃത്തുക്കളോടൊപ്പം തട്ടിപ്പ് നാടകം ആസൂത്രണം ചെയ്തത്. 90,000 രൂപ സുഹൃത്തുക്കളായ സാജിദ്, ജംഷീദ് എന്നിവർക്ക് നൽകി. പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.